സർ, ശബരിമല സ്വർണ്ണക്കൊള്ള പുതിയ തലങ്ങളിലേക്ക് പോകുന്നു. അതായത് SIT അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഈ പറയുന്ന പോലെ നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകും, ഉന്നതരുണ്ടെന്ന് കോടതിക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. സാർ, ഇപ്പോൾ ഏറ്റവും പുതുതായി കേൾക്കുന്ന വാർത്ത, അന്വേഷണ സംഘത്തിന് ലഭിക്കാത്ത ചില ലീഡ്സുകൾ ബഹുമാനപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല SIT അന്വേഷണ സംഘത്തിന് ആ രേഖകൾ നൽകാമെന്ന് പറയുമ്പോൾ സാർ, ഇത് സർക്കാരിനൊരു വലിയ അടിയായി തീരുമോ? ഇത് വാങ്ങാതിരുന്നാലും പ്രശ്നമാകും, SIT കേൾക്കാതിരുന്നാലും പ്രശ്നമാകും, കേട്ടാലും പ്രശ്നമാകും. സാർ, ഇത് പുതിയ തലത്തിലേക്ക് അന്വേഷണം പോകുമോ? താങ്കൾക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? മുൻ ആഭ്യന്തരമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ഒരു 10-20 വർഷമായിട്ട് MLAയും 20-25 വർഷമായിട്ട് MLA MP ഒക്കെ ആയിട്ട് വിവിധ പദവികൾ വഹിക്കുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം രേഖാമൂലം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന്റെ മേധാവി, അതായത് ADGP വെങ്കടേഷിന് ഒരു കത്ത് നൽകുക എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതിന് ഈ രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്നോ എന്ത് ആരോപണം കൗണ്ടർ ഉന്നയിച്ചാലും ശരി, ചിലപ്പം അങ്ങനെ ഒരു ആരോപണം വരാം. ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച എന്തിനാണ് എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതിലൊന്നും ഒരർത്ഥവുമില്ല. ഒരാള് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഒരു അന്വേഷണ സംഘത്തിന്റെ തലവനെ രേഖാമൂലം അറിയിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയാം, ഞാൻ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് നിഷ്കരണം, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതിരിക്കാൻ ഒരു പോലീസ് മേധാവിക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ അത് ശരിക്കു പറഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ച കോടതിയോടുള്ള ഒരു അവഹേളനമായിരിക്കും. അതാണ് എനിക്ക് ഇതിനകത്ത് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പോലീസിന് പറ്റില്ല. ഇനി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ വിവരം യഥാർത്ഥത്തിൽ അത് അത്ര പുതിയ വിവരമൊന്നുമല്ല. ഈ ഒരു വ്യവസായിയായ കപൂർ ഉണ്ടല്ലോ, സുഭാഷ് കപൂർ, അങ്ങനല്ലേ അയാളുടെ പേര്, ഞാൻ പേര് കൃത്യമായിട്ടാണ് ഇത് ഇയാൾ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കള്ളക്കടത്ത് സംഘം ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള ഒരു ആരോപണം മുൻപും വന്നിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത്തരം ആരോപണങ്ങളിൽ നിന്നും നമ്മുടെയൊക്കെ ശ്രദ്ധ തെറ്റിപ്പോയി. വേണ്ട രീതിയിൽ അതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിരുന്നില്ല. അതാണ് നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് കുറച്ചുകൂടെ വ്യക്തമാക്കി. നേരത്തെ തന്നെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടാകാനുള്ള ഒരു സാധ്യത പലരും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ചെന്നിത്തല അത് വളരെ കൃത്യമായിട്ട് പറയുകയും താൻ ഇത് സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകാൻ അങ്ങനെ ശേഷിയുള്ള ഒരു വ്യക്തിയെ തനിക്ക് അറിയാമെന്നും, ഈ വ്യക്തി തൽക്കാലം പൊതുജന മധ്യത്തിൽ വന്നത് പറയുന്നില്ല, പക്ഷേ ആ വ്യക്തി പോലീസ് SITയുടെ മേധാവിയുടെ മുന്നിലും കോടതിയിലും ഈ വ്യക്തി തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്താം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പുതിയ തലത്തിലേക്ക്, ഇപ്പം അയ്യപ്പദാസ് ചോദിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ ആ ഒരു വിഷയം പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിസ്സാര കാര്യമല്ല പറഞ്ഞത്. 500 കോടി രൂപയുടെ ഒരു ഇടപാടാണ് ഇത് എന്നുള്ള സൂചനയാണ് ശ്രീ രമേശ് ചെന്നിത്തല നൽകിയത്. അപ്പോൾ ഇത് സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന, പ്രാഥമികമായിട്ട് നമ്മളൊരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ പുറത്തു വരുന്ന ഒരു വിഷയം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഇതേ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര സംഘവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഈ സ്വർണ്ണ വ്യാപാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് ഏറ്റവും സാധ്യതയുള്ളത്. കാരണം സ്വർണ്ണ ഇടപാടുകൾ നടത്തുകയും നിരന്തരം സ്വർണം പുറത്തുനിന്ന് വാങ്ങിക്കുകയും ഇറക്കുമതി ചെയ്യുകയും അതുപോലെ തന്നെ ആഭരണ നിർമ്മാണം നടക്കുകയും അത് വിൽക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കായിരിക്കുമല്ലോ തീർച്ചയായിട്ടും സ്വർണം എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇതിൻ്റെ മൂല്യത്തെക്കുറിച്ചും ഇത്തരം ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തു എവിടെ കൊടുത്താലാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുമെന്നും ഒക്കെ അറിയാവുന്ന. കാരണം നിങ്ങൾക്കും എനിക്കും അറിയാൻ പറ്റും. അപ്പൊ അയ്യപ്പദാസിന്റെ കയ്യിലെ എത്ര പൗരാണികമായ കുടുംബപരമായിട്ടൊരു ആഭരണം കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇതിന്റെ സ്വർണ്ണ വിലയല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ സ്വർണവും രത്നവും ഒക്കെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചും പ്രയോജനമില്ല. ഇത് വിൽക്കാൻ പറ്റണം.
അതെ. ഇത് നിയന്ത്രിക്കുന്ന ഒരു ഗൂഢസംഘമാണ്. ഈ സ്വർണ്ണ വ്യാപാരം തന്നെ നിയന്ത്രിക്കുന്നത് അതീവ നിഗൂഢതയുള്ള ചില സംഘങ്ങളാണ്. അപ്പൊ നിങ്ങൾ അതെ. അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ ഉം. അവരൊരു വില വെക്കും. ആ ഉം. വിലയല്ല നിങ്ങൾക്ക് കിട്ടില്ല. ഉം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വസ്തുവിന്റെ മൂല്യം യഥാർത്ഥത്തിൽ അതിനനുസരിച്ചുള്ള തുക ലഭിക്കണമെങ്കിൽ നിങ്ങൾ അത്തരം കേന്ദ്രങ്ങളിലേക്ക് ഈ സാധനം എത്തിക്കാൻ കഴിയണം. ഇതൊന്നും ഒരു സാധാരണക്കാരന് പറ്റില്ല. സാധാരണക്കാരനല്ല, ഒരു തട്ടിപ്പുകാരനാണെങ്കിലും പറ്റില്ല. ഈ വ്യവസായത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതിന് ബന്ധങ്ങളുള്ളൂ, ഇതിന്റെ മൂല്യം തിരിച്ചറിയാൻ പറ്റും. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നെ സാർ ഒന്നുകൂടെ, ആയിരിക്കണം. ഇത് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന പാളി എന്ന രീതിയിൽ ഇതിന് മറ്റൊരു വ്യാഖ്യാനം കൂടെ കൊടുക്കാം. ആധ്യാത്മികമായിട്ട് ഇതൊരു ഭഗവാൻ അയ്യപ്പന്റെ അനുഗ്രഹമുള്ളതാണ്, ശ്രീകോവിലിനകത്ത് ഇരുന്നതാണ് എന്ന് പറഞ്ഞ് ഇതിന്റെ മാറ്റി വർദ്ധിപ്പിക്കാനും കഴിയില്ല സാർ. അല്ല, തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മള് ഈ വാതിൽപ്പടി തന്നെ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു എന്നായിരുന്നല്ലോ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നത്. അതെ സാർ. അതുപോലെ നിരവധി ആൾക്കാരുടെ വീട്ടിൽ ചില ആൾക്കാർക്കൊക്കെ ചില വിശ്വാസങ്ങളുണ്ട്. ഈ അയ്യപ്പന്റെ ഒരു സാധനം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഐശ്വര്യം വർദ്ധിക്കുമെന്നും തീർച്ചയായിട്ടും ഐശ്വര്യം, ഇത് ഐശ്വര്യം. ഇങ്ങനെ എല്ലാവരും പിന്നെ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നാണല്ലോ അതെ സാർ. നമ്മുടെ. അതെ സാർ. അതെ. അപ്പം ആ ഉദര നിമിത്തം ബഹുകൃത വേഷമാകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്യും. അതിനുള്ള വളരെ എന്താണ് ശക്തമായ സൂചനകളുണ്ട്. അപ്പോ വിദേശത്തുള്ള ഭാരതീയരായിട്ടുള്ള വ്യവസായികൾ ധാരാളമുണ്ട്. അത്തരം ഒരു വ്യവസായിക്ക് അയ്യപ്പദാസ് പറഞ്ഞ രീതിയിൽ ഇതിന്റെ ഒരു ഭാഗം തന്റെ വീട്ടിൽ വേണം എന്നാഗ്രഹിച്ചാൽ അത് അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാകും. അപ്പൊ നമുക്ക് വീണ്ടും ഇതിന്റെ ഈ കള്ളക്കടത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഈ കള്ളക്കടത്തിനെ കുറിച്ച് പറയുമ്പോൾ കേരള സർക്കാർ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലം തൊട്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. സ്വപ്ന സുരേഷിന്റെ പേര് അന്ന് തൊട്ടേ ഉണ്ട്. ചില വ്യവസായികളെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു, സ്വർണ്ണ മേഖലയിലുള്ള വ്യവസായികളെ തന്നെ. കാരണം ഞാൻ വീണ്ടും പറയുന്നത്, ഇത് ഒരു സാമാന്യ ബുദ്ധിയിൽ ഈ മേഖലയെക്കുറിച്ച് പിന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പത്രപ്രവർത്തകർക്കെല്ലാം അറിയാം, ഇത്തരം വിനിമയങ്ങൾ, വ്യാപാരങ്ങൾ നടത്തണമെങ്കിൽ ഈ മേഖലയിലുള്ള ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല. അപ്പോ അത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ശ്രീ ചെന്നിത്തലയ്ക്ക് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ടാവണം. വ്യക്തമായ. അതെ സാർ. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചെങ്കിൽ, എനിക്കിപ്പം എന്താണെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വിടുവായിത്തം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം നാളെ പ്രതിക്കൂട്ടിലാവും. തീർച്ചയായിട്ടും അത്രയ്ക്കുള്ള രാഷ്ട്രീയ ബോധമൊക്കെ ശ്രീ ചെന്നിത്തലയ്ക്കുണ്ട്. അദ്ദേഹം അങ്ങനെ വിടുവായിത്തം പറഞ്ഞ് ഒരു സ്വയം അപകടത്തിൽ പോയി ചാടുന്ന അത്തരം ഒരു പി സി ജോർജോ അതല്ലെങ്കിൽ വി ശിവൻകുട്ടിയോ ഒന്നും അല്ല രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല പലപ്പോഴും വേണ്ടത്ര ശക്തമായിട്ടും ആരോപണങ്ങളൊന്നും ഉന്നയിക്കില്ല എന്നുള്ള പരാതിയാണ് അദ്ദേഹത്തിനെതിരെ പലപ്പോഴും വരുന്നത്. ഈ ശക്തമായിട്ട് പറയേണ്ടടുത്ത് പോലും മൃദുവായിട്ട് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ മൃദുഭാഷണം, സ്വാഭാവിക സംഭാഷണ രീതിയായ ഒരു വ്യക്തി കുറച്ചുകൂടെ ശക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വസ്തുത ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കണം. അപ്പോ ഇവിടെയുള്ള ഒരു വിഷയം ഞാൻ കാണുന്നത്, ഈ അന്വേഷണം മുഖ്യ ഒരു വിഷയത്തിൽ നിന്നും മാറിയിട്ട് മറ്റ് രീതിയിലേക്കും അന്വേഷണം വഴിതിരിഞ്ഞു പോയിരുന്നു. അങ്ങനെ വഴിതിരിഞ്ഞു പോയ ഒരു അന്വേഷണത്തെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ആരോപണം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് എത്രത്തോളം മാധ്യമങ്ങൾ പിന്തുടരുന്നോ, കാരണം മാധ്യമങ്ങളിൽ ഒക്കെ തന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പൊ അത് എത്രത്തോളം മാധ്യമങ്ങൾ ഏറ്റെടുക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ട്, ആ വസ്തുത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പിന്നെ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ആരെങ്കിലും അത് പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്നും ഈ താഴികക്കുടം മോഷണം പോയി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ. ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത്, അതായത് ചെങ്ങന്നൂര്, പിന്നെ ചെറിയനാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. ചെറിയനാട് നമ്മുടെ പഴയ സുകുമാരക്കുറുപ്പിന്റെ സ്ഥലമാണ്. അപ്പം ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ചില ക്ഷേത്രങ്ങളിലെ താഴികക്കുടങ്ങൾ അടിച്ചു മാറ്റി അത് ചില കള്ളക്കടത്ത് സംഘങ്ങൾ, അതിൽ ഇറഡിയം എന്നൊരു ലോഹമുണ്ട് എന്നൊക്കെയുള്ള ഒരു വാർത്തകള് ഒരു 10-15 കൊല്ലം മുമ്പ് ഈ പ്രദേശങ്ങളിൽ ആകെ വ്യാപരിച്ചിരുന്ന എനിക്കറിയാം. ആ കാലഘട്ടത്തിൽ ഞാൻ പിന്നെ ഹിന്ദുവിൽ ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം എനിക്കറിയാം അങ്ങനെ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇതുപോലെ പല സാധനങ്ങളും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ചെന്നിത്തലയ്ക്ക് ഈ കേസിലെ മുഖ്യപ്രതിയായ മുരാരി ബാബു യഥാർത്ഥത്തിൽ അയാളുടെ ഓഫീസ് ഹരിപ്പാടായിരുന്നു.
ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന മേജർ ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടനുബന്ധിച്ചുള്ള. ആ ക്ഷേത്രത്തോടനുബന്ധിച്ചായിരുന്നു മുരാരി ബാബുവിൻ്റെ ഓഫീസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീ ചെന്നിത്തലയ്ക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിയാനുള്ള സോഴ്സസ്, കാരണം തൻ്റെ മണ്ഡലത്തിലായിരുന്നല്ലോ, അത് കാരണം അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയാമായിരിക്കാം, അദ്ദേഹത്തിനെ അങ്ങനെയുള്ള ആൾക്കാർ ബന്ധപ്പെട്ടിരിക്കാം. ഞാനൊരു ഊഹം പറയുകയാണ്, എനിക്ക് ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഇതിനൊക്കെ സ്വാഭാവികമായ ന്യായങ്ങളുണ്ട്. അങ്ങനെ ന്യായങ്ങളുള്ള സാഹചര്യത്തിൽ അതീവ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ആരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടനിലക്കാരനായി നിന്ന വ്യക്തി. പിന്നെ അടുത്ത സംശയം എനിക്ക് തോന്നുന്നത്, ഇതെല്ലാം ഞാൻ യുക്തിയുടെ അടിസ്ഥാനത്തിലും പൊതുവിടത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഞാൻ പറയുകയാണ്. ഈ ശബരിമല വിഷയത്തിൽ എന്നും ഇത്രയധികം താല്പര്യം എടുത്തിരുന്ന NSS ജനറൽ സെക്രട്ടറി ഒരക്ഷരം മിണ്ടുന്നില്ല. അദ്ദേഹത്തിന്റെ മൗനം അതീവ ദുരൂഹമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം പണ്ട് ഈ ശബരിമലയായിട്ടുള്ള ശബരിമലയിൽ ഒരു സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ ആചാര ലംഘനം നടക്കുന്നതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത വ്യക്തിയാണ് ശ്രീ സുകുമാരൻ നായർ. അദ്ദേഹത്തിനെ ഞാൻ തെറ്റു പറയുന്നില്ല, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനേക്കാൾ വലിയ കുറ്റമാണ് ഇപ്പം നടന്നത്. സാക്ഷാൽ ഭഗവാനെ തന്നെ അടിച്ചു മാറ്റാനുള്ള ആത്യന്തിക നീക്കമാണ്. എന്നിട്ടും അദ്ദേഹം മിണ്ടുന്നില്ല. അദ്ദേഹം എന്താണ് ഈ മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് അങ്ങ് ഒളിച്ചിരിക്കുന്നത്? SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ഈ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാര്യത്തിലും ഹിന്ദുവിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന പോരാളിയായിട്ട് സ്വയം പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ്. ആ പോരാളിയും ഇപ്പം മിണ്ടുന്നില്ല. ഒന്നുകിൽ ഇവരുടെയൊക്കെ വായും കൈയും കാലും ഒക്കെ ആരോ കൂട്ടിക്കെട്ടിയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തോ ഇവരും ഇതിനെ അനുകൂലിച്ചോ എന്നൊക്കെ സംശയിക്കേണ്ട സാഹചര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. അങ്ങനെ അല്ല, എനിക്ക് തെളിവൊന്നുമല്ല, പക്ഷെ എൻ്റെ ഒരു ന്യായമായ സംശയം, പല വിഷയങ്ങളിലും ചാടിക്കേറി അഭിപ്രായം പറയുന്ന, ഇംഗ്ലീഷിൽ ഈ ജമ്പിങ് ദ ഗൺ എന്ന് പറയുന്ന പോലെ അഭിപ്രായം പറയുന്ന വ്യക്തികൾ ഒക്കെ സൈലന്റ് ആണ്. എന്താ ഇതിന്റെ രഹസ്യം? അപ്പോ ഇവിടെ ഒരു ചോദ്യം കൂടെ എനിക്ക് ഇതിൽ ചോദിക്കാനുണ്ട് സാർ. ഇപ്പം ഇങ്ങനെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നു, SIT അന്വേഷണ സംഘം ഇതിന്റെ മേൽ നടപടിയിലേക്ക് കടക്കുന്നു. സാർ, ഇനി ഒരു 3 മാസം, ഇതിപ്പോൾ ഡിസംബറാണ്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏതാണ്ട് ജാനുവരിയോടുകൂടി ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ ഈ സർക്കാരിന് ഈ കുറ്റപത്രത്തിൽ നമ്മൾ ദൈവത്തിന് തുല്യമെന്ന് പത്മകുമാർ പറഞ്ഞത്, സാർ, നമ്മളൊരു വലിയ വാർത്ത കേട്ട് ഞെട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തുമോ? കുറ്റപത്രം സർക്കാരിൻ്റെ അവസാന ആണിയാകാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നതിൽ തെറ്റുണ്ടോ? ആ കുറ്റപത്രത്തെ ഭയപ്പെടേണ്ടതില്ലേ പിണറായി സർക്കാർ? തീർച്ചയായിട്ടും ഒരുപക്ഷെ രാജാവ് നഗ്നനാണ് എന്നാരെങ്കിലും ആ കുറ്റപത്രം വായിച്ചിട്ട് ആർക്കെങ്കിലും തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടില്ല ഞാൻ. കാരണം അങ്ങനെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഓരോ വ്യക്തിക്കും അദ്ദേഹം അങ്ങനെയുള്ള അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് ഞാൻ കരുതുന്നില്ല. അത്ര അതിശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ കുറ്റപത്രം വരുമ്പോൾ ആ കുറ്റപത്രത്തിലെ വിവരങ്ങൾ നമ്മളെയൊക്കെ ഞെട്ടിക്കുകയും രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുമോ എന്നുള്ളത്, അത് പിന്നെ തീർച്ചയായിട്ടും സജീവമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ ദൗർഭാഗ്യവശാല് എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ സമയപരിമിതി പോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് മനസ്സിലാവുന്നത്, ദൗർഭാഗ്യവശാൽ ഈ വിഷയമൊന്നും ഏറ്റെടുക്കാൻ പ്രതിപക്ഷമായ കോൺഗ്രസിനോ BJPക്കോ വേണ്ട രീതിയിൽ കഴിഞ്ഞില്ല. നിങ്ങൾ ശബരിമല പ്രക്ഷോഭകാലം ഓർക്കുന്നുണ്ടോ? എത്ര മഹാപ്രകടനങ്ങളാണ് ഈ പത്തനംതിട്ട തെക്കൻ കേരളത്തിൽ മുഴുവൻ നടന്നത്. ആ പ്രകടനങ്ങളും അതുപോലെ ഭക്ത നാമജപ ഘോഷയാത്രകളും സമ്മേളനങ്ങളും ഒക്കെ സമൂഹത്തിന്റെ മനസാക്ഷി ഉണർത്തുകയും ഞെട്ടിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ എന്തെങ്കിലും ഒരു പ്രക്ഷോഭം നിങ്ങൾ കണ്ടോ? ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഒരു മഹാപ്രക്ഷോഭം നിങ്ങൾ കണ്ടോ? പിന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോഴേ ശ്രീ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുമ്പോഴേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, ഈ ആരോപണം കൊണ്ടൊന്നും ഒരു കഥയില്ല. നിങ്ങൾ താഴെ ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ലെങ്കിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തനത്തിലൂടെ രമേശ് ചെന്നിത്തല മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ അല്ല എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ അദ്ദേഹം ആ ജോലിയാണ് എപ്പോഴും ചെയ്യുന്നത്. രാഷ്ട്രീയ നേതാവെന്നുള്ള ജോലി ചെയ്തുകൊണ്ട് വാർത്തകൾ പത്രക്കാർ കൊണ്ടുവരുന്ന വാർത്തകളെ ഫോളോ അപ്പ് ചെയ്യാനും അത് ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റി ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ വിഷയം സജീവമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞാലേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സർക്കാരിനെ ഞെട്ടിക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ പിണറായി വിജയൻ അറിയാം ഇതൊക്കെ ഈ പിന്നെ എന്താണ്
ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം, പിന്നെ ചാടിയാൽ അല്ല ആദ്യം പറയും ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയോളം എന്നൊരു ചൊല്ലുണ്ട്. അത്രയൊക്കെ വരത്തുള്ളൂ. ഈ ചാട്ടമൊക്കെ പിന്നെ പിണറായിയുടെ തീന്മേശയിൽ അവസാനിക്കും എന്ന് പിണറായിക്ക് തോന്നും. കാരണം പ്രതിപക്ഷത്തിന്റെ ആ ഒരു ദൗർബല്യം മാറ്റിയെടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് പലരും ഞെട്ടും. അത് അവരുടെ കർമ്മകുശലതയെ ആശ്രയിച്ചിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.